വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോട്ട് ടേക്കിംഗ് ആപ്പാണ്. നമ്മൾ പലപ്പോഴും പല നോട്ട് ടേക്കിംഗ് ആപ്പുകളും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നെന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള രണ്ട് ആപ്പുകളെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ പേരെന്ന് പറയുന്നത് അഫീൻ എന്നാണ്. അഫീൻ പ്രോ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ വെബ് അഡ്രസ് ആണ് afeen.pro എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് ആപ്പ് എന്ന് പറയുന്നത് നോഷൻ പ്ലസ് മിറോ. നിങ്ങൾക്കറിയാം, നോഷനിലാണെങ്കിൽ ഡ്രോയിങ് കേപ്പബിലിറ്റി ഇല്ല. സോ അത് കാരണം മിറോ എന്ന് പറയുന്നത് ഡ്രോയിങ് കേപ്പബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ്. ഇതിനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ നിങ്ങളവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വെബ് പേജിൽ തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ഡ്രോ പ്ലാൻ ഓൾ അറ്റ് വൺസ് വിത്ത് ഫെസിലിറ്റി ഇപ്പോൾ എല്ലാത്തിലും ഉണ്ട്. സോ അതിനോട് വലിയ അത്ഭുതം തോന്നില്ല. പക്ഷെ ബാക്കി റൈറ്റ് ഡ്രോ എന്ന് പറയുന്ന ഇതാണ്. ഇപ്പം നമുക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം. വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ആദ്യമായി കാണുന്നതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡ് ബ്രെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നാണ് അവർ പറയുന്നത്. അതായത് നമുക്ക് ഡ്രോ ചെയ്യാം, ഡ്രോയിങ് കേപ്പബിലിറ്റി ഉണ്ട്. അതുകൂടാതെ നോഷൻ്റെ അതേ ഇന്റർഫേസ് ആണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് റൈറ്റ് ചെയ്യാം, കൊളാബറേറ്റ് ചെയ്യാം, ടേബിൾ വ്യൂസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നാണ് നമുക്ക് പറയുന്നത്. സോ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഞാൻ ആദ്യം തന്നെ കയറുമ്പോൾ കാണുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഓൾ ഡോക്സ് ഇതുണ്ട്, ജേർണൽസ്, സെറ്റിങ്സ്, അങ്ങനെ രണ്ട് ടാബുകളും ഉണ്ട്. ഓൾ ഡോക്സ്, ജേർണൽസ്, സെറ്റിങ്സ്. സോ ആൾ ഡോക്സിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐ തിങ്ക് അവരുടെ തന്നെ ഒരു പേജ് ആണെന്ന് തോന്നുന്നു ഈ പേജ്. പിന്നെ ജേർണൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഡേറ്റ് ബേസ് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പേജാണ്. കുറച്ചുകൂടെ ഓപ്പൺ സോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡേറ്റുകളൊക്കെ ആദ്യം സേവ് ചെയ്ത് നമ്മുടെ ലോക്കൽ സ്റ്റോറേജ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ക്ലൗഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതിൽ ചെയ്യാൻ പറ്റും. ഇത് ജേർണൽസിന് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് എൻട്രി അവർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോർമൽ ടൈപ്പിംഗ് ആണ്. ശരിക്കും ആപ്പിൾ നോട്ടും നോഷനും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന പോലെ യു ക്യാൻ ടൈപ്പ് എനിത്തിങ്. ബ്ലോക്ക് കൺസെപ്റ്റ് ആണ്. സ്ലാഷ് നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള സെലക്ഷൻസ് ഇത് ചെയ്യാം. ഹെഡിങ് വേണോ, ഹെഡിങ്, അതുപോലെ സ്ലാഷ് ഇട്ട് കഴിഞ്ഞ് സ്റ്റൈൽസ് ആണോ, ഹെഡിങ് ആണോ, ലിസ്റ്റ് ആണോ, എന്താണ് വേണ്ടത്, ഇമേജ് ആണോ, ഫയൽ ആണോ, യൂട്യൂബ് എംബെഡ് ചെയ്യണോ, ടൈം ആണോ വേണ്ടത്, ക്യാൻവാൻ വ്യൂ ആണോ വേണ്ടത്, എല്ലാ സംഭവം ഉണ്ട്. ക്യാൻവാൻ വ്യൂ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സോ ക്യാൻവാൻ വ്യൂ സെലക്ട് ചെയ്തപ്പോൾ ഗ്രൂപ്പ്സ്, ടു ഡു, പ്രോഗ്രസ് എല്ലാം വന്നിട്ടുണ്ട്. സോ നോഷൻ പോലെ തന്നെ സിമിലർ ആണ്. ബിക്കോസ് ഈ ഒരു സംഭവം സ്ലാഷ് അടിച്ച് കഴിഞ്ഞാൽ വരുന്ന ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ട് മറ്റേ ഇതിൽ വരുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ ടേബിൾ വ്യൂ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇവിടെ വ്യത്യാസമാകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയിങ് മോഡിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നിന്ന് തന്നെ പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. പേജിന്റെ ടോപ്പിൽ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏറ്റവും റൈറ്റിലൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 ബട്ടൺസ് കാണാം. അത് സ്വിച്ച് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Alt S എന്നാണ്. ഞാൻ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ഭാഗമാണ് നോഷൻ പോലെയുള്ള കേപ്പബിലിറ്റി വരുന്ന ഈ ടൈപ്പിംഗ് ഇന്റർഫേസ് വരുന്നത്. ഇതെന്ന് പറയുന്നത് മിറോ പോലെയുള്ള കേപ്പബിലിറ്റിയാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ സീംലെസ്ലി കണക്റ്റഡും ആണ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് ഞാൻ ടൈപ്പ് ചെയ്തു. ഈ ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്തപ്പോൾ അതൊരു ഡോക്യുമെന്റ് ആണ്. അതിന് ബാക്ക് എൻഡിൽ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ ഒരു ഡ്രോയിങ് സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ പോയി ചെയ്യുക. സോ ഞാൻ ക്ലിക്ക് ചെയ്യാണ്, എന്താ സംഭവിക്കുന്നത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ഒരു പേജിലേക്ക് വന്നു. സോ എന്നിട്ട് നമ്മുടെ ഡോക്യുമെന്റ് ആണെങ്കിൽ അവിടെ ഒരു ഇമേജ് പോലെ കാണാൻ പറ്റും. പിന്നെ അതെന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് ക്യാൻവാസ് ആണ്, ലൈക്ക് മിറർ പോലെ. നമ്മുടെ ഈ സംഭവം എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ബ്ലോക്ക് പോലെയാണ് വന്നത്. ഇനി നമുക്ക് ഇവിടെ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഷേപ്പ് ആഡ് ചെയ്തു. ഷേപ്പ് ആഡ് ചെയ്തിട്ട് നീഡ് ടു ഡിസ്കസ് എന്നോ എന്തെങ്കിലും എഴുതാം. ടൈപ്പ് ചെയ്യാൻ പറ്റും അവിടെ, അല്ലെങ്കിൽ ഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ കണക്ഷൻസ് ഉണ്ടാക്കാം. ഈ ഡോക്യുമെന്റും ഇതും തമ്മിലുള്ള കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇമേജസ് ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാം. അതിനുശേഷം ഞാനിത് തിരികെ പോവുകയാണെങ്കിൽ, ഇവിടെ വീണ്ടും വന്നിട്ട് ഞാനിത് തിരികെ പോവുകയാണെങ്കിൽ എനിക്ക് പേജിലേക്ക് പോവുകയും ചെയ്യാം.
ഓക്കെ, അപ്പോൾ പേജിനൊരു കോണ്ടെക്സ്റ്റ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്കാണെങ്കിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇത് വരച്ചൊരു ഷേപ്പൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നു, ഒരു നോട്ടൊക്കെ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വെച്ചോ. ഈ സാധനം നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാനിത് സെലക്ട് ചെയ്യുക, ഇതിനെ ഫ്രെയിം ആക്കി മാറ്റാം. ഫ്രെയിം ആക്കുമ്പോഴത്തേക്കും ഇതൊരൊറ്റ എലമെന്റ് ആവും. ഇതൊരു ഫ്രെയിം ആക്കുക, അതായത് ഒരു എലമെന്റ് ആയിട്ട് വരും. ഈ ഫ്രെയിം ആക്കിയാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനീട് നമുക്ക് കോപ്പി ആസ് PNGയോ കോപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഈ സാധനത്തിന് ഇപ്പോൾ ഫ്രെയിം എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ പിന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇൻസേർട്ട് ഇൻറ്റു പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. സോ ഞാനാണെങ്കിൽ ഇൻസേർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ് ഇൻസേർട്ട് ഇൻറ്റു പേജ്. ഞാൻ ഇൻസേർട്ട് ഇൻറ്റു പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ, ഓട്ടോമാറ്റിക്കലി ഈ സാധനം ഈ ഡോക്യുമെന്റിൽ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഹിഡൻ ഓൺ പേജ്, ഇൻസൈറ്റ് ഓൺ പേജ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ ഡോക്യുമെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഡോക്യുമെന്റിലേക്ക് ഞാൻ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ താഴോട്ട് വരുവാണെങ്കിൽ യു കുഡ് സീ ദിസ് വൺ. കണ്ടോ, ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഇവിടെ ആഡ് ചെയ്ത്, ഇപ്പം ഇത് ഒരു എഡ്ജോട് കൂടിയാണ് കാണുന്നത്. വ്യൂ ഇൻ എഡ്ജസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗോ ബാക്ക് ടു പഴയ ആ ഒരു ഡ്രോയിങ് ഷേപ്പിലോട്ട് പോകാൻ പറ്റും. കണ്ടോ, സോ അതൊരു സീംലെസ്ലി ഇത് രണ്ടും തമ്മിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഗുണം. പിന്നെ ഈ ഫ്രെയിം ആക്കുന്നത് കാരണം നമുക്ക് ഇപ്പൊ ഈ ഒരു സംഭവത്തിന് ഞാൻ ഫ്രെയിം ആക്കി വെക്കുകയാണെങ്കിൽ വാട്ട് ഈസ് മൈ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എനിക്കതിനെ ഒരു ഇമേജ് ആയിട്ട് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാനും പറ്റും. അതിനൊരു അതായത് ആ പേജിന് ഇവിടെ ഈ ഒരു പേജിന് നല്ലൊരു കോണ്ടെക്സ്റ്റ് കൊടുക്കുകയാണ് വിത്ത് ഡ്രോയിങ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആക്ച്വലി. സോ നമ്മളിപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ നോട്ട് ഇവിടെയും കാണാൻ പറ്റും. സോ എല്ലാ നോട്ട്സിനും ഡേറ്റ് വെച്ചിട്ട് അവർ സോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ജേർണൽസിൽ. അല്ലാത്ത നോട്ടിൽ നമുക്ക് പേര് കൊടുത്തിട്ടാണെങ്കിൽ ന്യൂ ഡോക്ക് വെച്ചിട്ടും സെറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ന്യൂ ഡോക്ക് ഓപ്ഷൻ ഉണ്ട്. ന്യൂ ഡോക്ക് ക്ലിക്ക് ചെയ്യുക, അപ്പം തന്നെ പേജസ് വന്നിട്ട് സോ യു ക്യാൻ ക്രിയേറ്റ് പേജസ്, ന്യൂ പേജ്. പ്രിറ്റി മച്ച് എന്താണോ അവർ നോഷൻ ചെയ്യുന്ന അതേമാതിരി, പക്ഷേ ഡേറ്റാബേസ് ഇല്ല, പകരം ടേബിൾ വ്യൂസേ ഉള്ളൂ. ടേബിൾ വ്യൂസ് ഉണ്ട്, Kanban വ്യൂസ് ഉണ്ട്. ഡേറ്റാബേസ് എന്ന് പറയുന്നത് ടേബിൾ വ്യൂ ആണ്, Kanban വ്യൂ ആക്ഷൻ ബേസ്ഡ് ആണ്. ഡോക്സ്, ലിസ്റ്റ്, പ്രിറ്റി മച്ച് എല്ലാ സാധനങ്ങളും നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഒന്ന് നമ്പേർഡ് ലിസ്റ്റ് വേണോ, ടു ഡു ലിസ്റ്റ് വേണോ, എന്ത് വേണമെങ്കിലും ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ബിക്കോസ് എന്ന് പറയുന്നത് ഇവരിപ്പോൾ ലാസ്റ്റിൽ വന്നതാണ്. അപ്പോൾ ഇവർ മറ്റുള്ള ആപ്ലിക്കേഷനിൽ നിന്നുള്ള ലേണിംഗ്സ് എല്ലാം എടുത്തിട്ടുണ്ട്, ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഈ പുതിയ ടൈപ്പ് ഓഫ് അപ്രോച്ചാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു പേജ് മാത്രമല്ല, അതിന് പിന്നിലൊരു ഡ്രോയിങ് ഉള്ളൊരു കോണ്ടെക്സ്റ്റ് വേണം. അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഡ്രോയിങ് കേപ്പബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പെൻ, എറേസർ, ഷേപ്സ് ആഡ് ചെയ്യുക, ടെക്സ്റ്റ് ആഡ് ചെയ്യുക, ഇമേജ് ആഡ് ചെയ്യുക, അങ്ങനെ ഫ്രെയിംസ് ആഡ് ചെയ്യുക, ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലൈൻ കണക്ഷൻസ് ഉണ്ടാക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ ഇതൊരു എഡ്ജ്ലെസ് ആണ്. കൺട്രോൾ പ്രസ് ചെയ്ത് സൂം ഇൻ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണേലും പോവുകയും ചെയ്യാം. ഒരു ഇൻഫിനിറ്റ് ക്യാൻവാസ് പോലൊരു സെറ്റപ്പാണ്. അപ്പോൾ എല്ലാവരുടെയും മൈൻഡ് ഡിഫറെൻ്റ് ആണ്, എല്ലാവരും തിങ്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് വേണം, വൺ നോട്ട് ഓക്കെ ആയിരിക്കും. ചിലർക്ക് വൺ നോട്ട് പറ്റത്തില്ല, നോഷൻ വേണം. ചിലർക്കാണെങ്കിൽ അത് പറ്റില്ല, മെലാനോട്ട് വേണം. വിഷ്വലി ആണ് അവർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ രണ്ടിനെയും കൂടെ എഫക്റ്റ് എടുക്കണമെന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നുകയാണെങ്കിൽ ഈ ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.